ഇസ്രായേലിൽ നിന്നും മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുമ്പോൾ ലോത്തും കുടുംബവും അവിടം വിട്ട് ഓടിപ്പോകുന്ന സംഭവം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 12 മുതലുള്ള വാക്കുകളിൽ നാം വായിക്കുന്നുണ്ട്. ലോത്തും അദ്ദേഹത്തിൻ്റെ കുടുംബവും സോദോം ഗൊമോറ എന്നീ നഗരങ്ങളെ ദൈവം നശിപ്പിച്ചപ്പോൾ ദൂതന്മാരുടെ സഹായത്താൽ രക്ഷപ്പെട്ടു. ദൂതന്മാർ തിരിഞ്ഞു നോക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ലോത്തിൻ്റെ ഭാര്യ ആകാംക്ഷ സഹിക്കാതെ തിരിഞ്ഞു നോക്കുകയും ഉപ്പിൻ്റെ ഒരു തൂണായി മാറുകയും ചെയ്തു. സൊദോം പർവ്വതത്തിലെ ലോത്തിൻ്റെ ഭാര്യയുടെ സ്തൂപം ചാവുകടലിന് സമീപം ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്ന കൗതുകകരമായ ഒരു പ്രകൃതിദത്ത രൂപീകരണമാണ്. ഇത് ചാവുകടലിലേക്കുള്ള വഴിയിൽ 90-ാം റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയുമുള്ള മൗണ്ട് സോദോം ഒരു വലിയ ഉപ്പുകണിയാണ്. വരണ്ട പ്രദേശത്തുള്ള ഒരു ഉപ്പ് പ്ലഗ് എന്ന നിലയിൽ ഇത് സവിശേഷമാണ്. ഇത് ഹാലറ്റ് ഉപ്പുപാറ കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സോദോം പർവ്വതം പ്രധാനമായും സോഡിയം ക്ലോറൈഡ് അടങ്ങിയ ഒരു അതുല്യ ഭൂമിശാസ്ത്രപരമായ രൂപീകരണമാണ്. ഈ പർവ്വതം ഏകദേശം 80% ഉപ്പാണെന്ന് കണക്കാക്കപ്പെടുന്നു. മൗണ്ട് സൊദോമിൻ്റെ മധ്യഭാഗത്ത് ലോത്തിൻ്റെ ഭാര്യ എന്നറിയപ്പെടുന്ന ഒരു ഗുഹ കാണാൻ സാധിക്കും. അതിൻ്റെ പ്രവേശന കവാടം പാറക്കെട്ടിന് അടിയിലാണ്. റോഡ് 90-ൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ ഇത് വ്യക്തമായി കാണാൻ കഴിയും. ഈ ഗുഹയ്ക്ക് ചിമ്മിനികൾ പോലുള്ള 2 ഭാഗങ്ങളുണ്ട്. ഗുഹയുടെ ഉള്ളിൽ പ്രവേശിച്ച് സസൂക്ഷ്മം സന്ദർശിക്കുന്നതിന് നിയമപരമായി പരിമിതികളുണ്ട്. കാരണം പാറകൾ ഇടിഞ്ഞു വീഴാനും അപകടകരമാകാനും സാധ്യതയുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ ടെക്ടോണിക് പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ പർവ്വതം രൂപം കൊണ്ടത്. ചാവുകടൽ പ്രദേശം മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കപ്പെടുകയും പിന്നീട് വറ്റുകയും ചെയ്തപ്പോൾ അടിഞ്ഞുകൂടിയ ഉപ്പിൻ്റെ പാളികൾ സമ്മർദ്ദം കാരണം മുകളിലുള്ള പാറകളുടെയും അവശിഷ്ടങ്ങളുടെയും പാളികളിലൂടെ ഉയർന്ന് ഒരു ഉപ്പ് ഡയപ്പർ അല്ലെങ്കിൽ താഴികക്കുടം പോലെ രൂപപ്പെട്ടു. സൊദോം പർവ്വതത്തിലെ ഉപ്പ് കൂടുതലുള്ള പാറക്കെട്ടുകൾ പ്രകൃതിദത്തമായ മണ്ണൊലിപ്പിന് വിധേയമാകുന്നതിൻ്റെ ഫലമായാണ് ലോത്തിൻ്റെ ഭാര്യസ്തൂപം രൂപം കൊണ്ടത്. മഴവെള്ളവും ഭൂഗർഭജലവും ഹാലറ്റിനെ സാവധാനം ലയിപ്പിക്കുകയും മനുഷ്യരൂപം നോക്കുന്നത് പോലെയുള്ള ഈ സ്തൂപം ഉൾപ്പെടെ വിവിധ രൂപങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്തൂപം ബൈബിൾ കാലഘട്ടത്തിലെ യഥാർത്ഥ ലോത്തിൻ്റെ ഭാര്യ അല്ല എന്ന് തന്നെ പറയാം. കാരണം പ്രകൃതിദത്തമായ മണ്ണൊലിപ്പ് ഉപ്പ് രൂപീകരണങ്ങളെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സ്തൂപം കൂടുതൽ പുതിയ രൂപീകരണമാണ്. ഇത് പിന്നോട്ട് നോക്കുന്ന ഒരു മനുഷ്യരൂപത്തോട് സാമ്യമുള്ളത് കൊണ്ട് അതേ പേര് നൽകിയിരിക്കുന്നു എന്ന് മാത്രം. ഇപ്പോഴത്തെ ലോത്തിൻ്റെ ഭാര്യ സ്തൂപം സോദോം പർവ്വതത്തിൻ്റെ പ്രധാന പാറക്കെട്ടിൽ നിന്ന് ഏകദേശം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ശ്രദ്ധേയമായ ഉപ്പ് കൂടുതലുള്ള പാറയുടെ ഒരു തൂണാണ്. ബൈബിളിലെ ബന്ധവും അതുല്യമായ ഭൂമിശാസ്ത്രപരമായ ഘടനയും കാരണം ലോത്തിൻ്റെ ഭാര്യ സ്തൂപം ചാവുകടൽ പ്രദേശത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ്. സന്ദർശകർ പലപ്പോഴും ഈ സ്തൂപം കാണാനും ഫോട്ടോ എടുക്കുവാനും വേണ്ടി ഇവിടെ നിർത്തുകയും ബൈബിളിലെ സംഭവത്തെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നു. ഇത് പുരാതന സംഭവത്തിലേക്കും ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിലേക്കുമുള്ള ഒരു കണ്ണിയായി വർത്തിക്കുന്നു. ചുരുക്കത്തിൽ സോദോം പർവ്വതത്തിലെ ലോത്തിൻ്റെ ഭാര്യ സ്തൂപം ഹാലറ്റ് കൊണ്ട് നിർമ്മിച്ച കൗതുകകരമായ ഒരു ഭൂമിശാസ്ത്രപരമായ രൂപീകരണമാണ്. എന്നിരുന്നാൽ തന്നെ ഇപ്പോഴത്തെ സ്തൂപം കാലക്രമേണയുള്ള പ്രകൃതിദത്തമായ മണ്ണൊലിപ്പിൻ്റെ ഫലമാണെങ്കിലും ഇത് ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തെയും അതുല്യമായ ഭൂമിശാസ്ത്രത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ആകർഷകമായ ലാൻഡ്മാർക്കായി തുടരുന്നു.